2 ദിവസം മുന്നേ വളരെ സങ്കടകരമായിട്ടുള്ളൊരു ന്യൂസ് കേട്ടു. നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു ദമ്പതികൾക്കുണ്ടായ രണ്ടാമത്തെ മകൻ. 1 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണത്. ആ കുഞ്ഞിന്റെ പ്രസവം മുതൽ ഇന്നേ വരെ ആ കുട്ടീനെ ഇവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള വാക്സിനേഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഒരു ഡോക്ടറെ കാണുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. സോ കഴിഞ്ഞ 1 മാസമായിട്ട് ഈ കുഞ്ഞിന് മഞ്ഞപ്പിത്തം വന്നിരുന്നു. മഞ്ഞപ്പിത്തം മൂർച്ഛനാവസ്ഥയിലെത്തി അവസാനം ഈ കുഞ്ഞ് മരിക്കാനുണ്ടായത്. ഈ സ്ത്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കുഞ്ഞിന്റെ അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവരൊരു ആക്യുപങ്ചർ സ്പെഷ്യലിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണാൻ സാധിക്കും. ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ആധുനിക മെഡിസിനെയും ചികിത്സാ രീതികളിലെയും ആശുപത്രിയിലൊക്കെ പോയി ചികിത്സ എടുക്കുന്നവരെയൊക്കെ കളിയാക്കിക്കൊണ്ടും പിന്നെ വീട്ടിലെ പ്രസവം ചെയ്യുന്നതാണ് നല്ലത്, എപ്പോഴും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള രീതികളിൽ പോകണം, പട്ടിയും പൂച്ചയും ഒക്കെ പ്രസവിക്കുന്നത് കണ്ടില്ലേ, പിന്നെ മനുഷ്യന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്നുള്ള രീതിയിലൊക്കെയുള്ള വളരെയധികം ആളുകളെ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഈ സ്ത്രീ കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇവര് സ്വന്തം കുഞ്ഞിനെ വീട്ടിൽ പ്രസവിച്ചതിന് ശേഷം അവർ പറയുന്നത് ആദ്യം കുട്ടിയുടെ കാലാണ് പുറത്തു വന്നതെന്നാണ് അവർ പറയുന്നത്. അതായത് ഫൂട്ട്ലിംഗ് ആയിരുന്നു. എനിക്ക് അത്ഭുതമാണ് ഫൂട്ട്ലിംഗ് ഒക്കെ എങ്ങനെയാണ് ആ സ്ത്രീ വീട്ടിൽ പ്രസവിച്ചെടുത്തതെന്നുള്ളത്. പക്ഷെ ദൈവാനുഗ്രഹത്താൽ ചിലപ്പോൾ അവരുടെ രണ്ടുപേർക്കും കുറച്ചുകൂടി ആയുസ് ദൈവം കൊടുത്തതുകൊണ്ട് രണ്ടുപേർക്കും ഒരു കുഴപ്പവും പറ്റിയില്ല. ഭാഗ്യത്തിന് അവർക്ക് സെപ്റ്റിക്കും ആയില്ല. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരെങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു വീട്ടിൽ പ്രസവം നടത്തി. അതിനുശേഷം ഈ കുഞ്ഞിനെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. ഈ കുഞ്ഞിന് ജനനം മുതൽ ഇന്ന് ഈ 1 വയസ്സ് വരെയുള്ള ഒരു വിധത്തിലുള്ള വാക്സിനേഷൻസും ഈ കുഞ്ഞിന് ഇവർ കൊടുത്തില്ല. സോ കൊച്ചിന് ബേസിക് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ആ കുഞ്ഞിന് ഇല്ല. അങ്ങനെ ഇരിക്കെ 1 വയസ്സുള്ള ഈ കുഞ്ഞിന് പെട്ടെന്ന് മഞ്ഞപ്പിത്തം വന്നു. ന്യൂസുകളിലൊക്കെ പറയുന്നത് കുഞ്ഞിന് മഞ്ഞപ്പിത്തം വന്നു, കുഞ്ഞിന്റെ ശരീരം മുഴുവൻ മഞ്ഞച്ചു എന്നുള്ളതാണ്. അതിന്റെ കോസ് എന്താണെന്നുള്ളതൊന്നും അറിയില്ല. സ്വാഭാവികമാണ് അല്ലേ? കാര്യം ഹെപ്പറ്റൈറ്റിസോ DPTയോ ഒന്നിന്റെ വാക്സിനേഷൻ ആ കുഞ്ഞ് എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ രോഗങ്ങൾക്കൊക്കെ ഈ കുഞ്ഞ് ഹൈലി പ്രോണാണ്. ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എനിവേ ആ കുഞ്ഞിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡയഗ്നോസിസ് നമുക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ ആ കുഞ്ഞിന് മഞ്ഞപ്പിത്തം തുടങ്ങി. സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ ഒക്കെ കൊണ്ടുപോയി നിർബന്ധമായിട്ട് കാണിക്കേണ്ടതാണ്. കാര്യം മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ കരളിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു രോഗമാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കരള് ഡാമേജ് ആയിട്ട് പോകും, ലിവർ ഡാമേജ് ആയിട്ട് പോകും. ലിവർ ഡാമേജ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പതിയെ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ബിലിറൂബിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ വരും. അത് പതിയെ നമ്മുടെ രക്തക്കുഴലുകളിലോട്ട് പോകും. അത് രക്തത്തിൽ അലിഞ്ഞ് പതിയെ നമ്മുടെ തലച്ചോറിലേക്ക് കയറും. തലച്ചോറിലേക്ക് കയറി കഴിഞ്ഞാലൊക്കെ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഫിറ്റ്സ് വരും. കുഞ്ഞുങ്ങൾ പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിക്കും. കുഞ്ഞുങ്ങൾക്ക് ഈവൻ കോമ വരെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കാം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഇൻട്രാക്രേനിയൽ പ്രഷർ, അതായത് അവരുടെ തലച്ചോറിന്റെ പ്രഷർ കൂടി അവരുടെ രക്തക്കുഴലുകൾ വരെ പൊട്ടിപ്പോവാം. അവസാനം അവർക്ക് മരണവും സംഭവിക്കാം. പക്ഷെ നമ്മുടെ നാട്ടില് ഇങ്ങനെ മഞ്ഞപ്പിത്തമൊക്കെ വന്ന് ഇത്രയും സ്റ്റേജുകളിലൂടെയൊക്കെ കടന്നുപോയി കോംപ്ലിക്കേറ്റഡ് ആയി മരിക്കുന്ന അവസ്ഥകൾ വളരെ കുറവാണ്. കാരണം മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ പ്രായമായ ആളുകൾ പോലും സാധാരണയായിട്ട് ആശുപത്രിയിൽ പോവാറുണ്ട്. പക്ഷെ ഇവരുടെ കാര്യം നേരെ തിരിച്ചായിപ്പോയി. ഇവർ ഈ 1 വയസ്സുള്ള കുഞ്ഞിനെ ഒരു തവണ പോലും ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. 1 മാസം മുഴുവൻ ഇവരുടെ ഈ ആക്യുപങ്ചർ അഥവാ പ്രകൃതി ചികിത്സ, എന്തൊക്കെയോ നീഡിൽ കൊണ്ട് എന്തൊക്കെയോ പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്തെങ്കിലും റെജിമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോട്ടോകോളോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അവർക്കും അതിനെ പോലെ അറിയില്ല. കാരണം ഇന്ന് തന്നെ ഞാൻ ഒരു മാധ്യമപ്രവർത്തകന്റെ ഒരു ന്യൂസ് ഷോ കണ്ടിരുന്നു. അതിൽ ഒരു ആക്യുപങ്ചർ വിദഗ്ധൻ, ഈ പറയുന്ന ഒരു സോക്കോൾഡ് ആക്യുപങ്ചർ വിദഗ്ധൻ വന്നിട്ട് അദ്ദേഹം പഠിച്ച ഡിഗ്രി എന്താണെന്നോ, എവിടെ നിന്നാണ് ഡിഗ്രി എടുത്തതെന്നോ, അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ അപ്രൂവ്ഡ് ആണെന്നോ, അല്ലെങ്കിൽ എത്ര കാലത്തെ കോഴ്സാണെന്ന് ചോദിച്ചിട്ട് പോലും അദ്ദേഹം അതിനൊരു ഉത്തരവും പറഞ്ഞിട്ടില്ല. ആ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അലോപ്പതി മാത്രമൊന്നുമല്ല, ആയുർവേദമുണ്ട്, മറ്റു പല ഹോമിയോപ്പതി പോലെയുള്ള ചികിത്സാ രീതികളൊക്കെ രാജ്യത്ത് തുടരുന്നുണ്ട്. അതൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇതിനകത്തെ വിഷയം. റെഗുലേറ്ററി ബോഡിയും കൗൺസിലും ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി സർക്കാരിനാണ്. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് അൽതാഫ്? അതായത് നിങ്ങൾ കുറച്ചുപേർ നിങ്ങളുടെ ഒരു യോഗ്യത പറഞ്ഞാൽ അതിനെ സർക്കാർ അംഗീകരിക്കണമെന്നതാണോ? ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, താങ്കൾ പറയുന്നത് എന്താണ്? നിങ്ങൾ പറയുന്നത് പോലെ സ്വതന്ത്രമായ കുറെ ആളുകൾ എന്താണ് ഡിഗ്രി എന്ന് പറയാതെ, എന്താണ് യോഗ്യത എന്ന് പറയാതെ, എന്താണ് ഇതിന്റെ ശാസ്ത്രീയത എന്ന് പറയാതെ ഇതൊരു ചികിത്സാ രീതിയായി യോഗ്യതയൊക്കെ പറയേണ്ടത് അതൊരു നാണമില്ലേ അതിന്?
പത്രക്കാരിങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ചിങ്ങനെ ചോദിക്കുമ്പോ എല്ലാരും നമ്മൾ ഡിഗ്രി തീർച്ചയായും ചോദിക്കുക തന്നെ ചെയ്യും അൽതാഫ്. ഒരു നാണവും വിചാരിക്കേണ്ട. കേരളത്തിൽ വ്യാജന്മാരായ ഡോക്ടർമാർ ജീവൻ ഹനിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. ചോദിച്ചുകൊണ്ടേയിരിക്കും. സ്വന്തം ഡിഗ്രിയും അല്ലെങ്കിൽ ആ ഡിഗ്രി എടുത്തത് ഏത് യൂണിവേഴ്സിറ്റി എന്നാണെന്ന് ചോദിക്കുന്നത് നാണക്കേടാണെന്ന് വിചാരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞത് എനിക്കിപ്പോഴാണ്. അത് തന്നെ വളരെ വലിയൊരു അത്ഭുതമായിരിക്കുന്നു. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ കുഞ്ഞിന് 1 മാസമായിട്ട് മഞ്ഞപ്പിത്തം വന്നിട്ട് പോലും ഇവരൊരു തവണ പോലും ഹോസ്പിറ്റലിൽ കാണിച്ചില്ലെന്ന് മാത്രമല്ല, ഇവർ ഇതുപോലുള്ള ആക്യുപങ്ചർ രീതി വഴി ചികിത്സിക്കാൻ നോക്കി. കുഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. കുഞ്ഞിനെ മഴയൊക്കെ നനയിച്ച് കുഞ്ഞിന്റെ മഞ്ഞപ്പിത്തം കുറയ്ക്കുക എന്നുള്ള, അതൊക്കെ എനിക്കറിയില്ല എത്ര പ്രാകൃതമായിട്ടുള്ള ചിന്താഗതിയാണെന്നുള്ളത്. ആ രീതിയിലൊക്കെ നോക്കി അവസാനം ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് ഇന്ന് വന്നിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ തലച്ചോറിലേക്ക് അമിതമായിട്ട് ബിലിറൂബിൻ പോയി, തലച്ചോറിന്റെ പ്രഷർ കൂടി, തലച്ചോറിന്റെ രക്തക്കൊഴലുകൾ പൊട്ടിപ്പോയി. അതായത് സെറിബ്രൽ ഹെമറേജ് ഉണ്ടായി. അങ്ങനെയാണ് ആ കുഞ്ഞിന് മരണം സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കുഞ്ഞിന്റെ മരണം സംഭവിച്ചിട്ട് പോലും ഈ അച്ഛനും അമ്മയും അപ്പോലും ഒരു ഡെത്ത് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പോലും ഈ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. എന്ത് രീതിയിലുള്ള ഒരു മാനസിക ചിന്താഗതിയാണെന്നൊന്ന് ആലോചിക്കണേ. 1 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ എന്തൊരു ടെൻഷൻ ആയിരിക്കും. ഒരു 2 ദിവസം ഒരു ജലദോഷമോ പനിയോ ഒക്കെ വരികയാണെങ്കിൽ ഇവർ 1 മാസമായിട്ട് ഒരു ചികിത്സ എടുത്തില്ലെന്ന് മാത്രമല്ല, കുഞ്ഞ് അനങ്ങാണ്ടായപ്പോൾ അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഏതോ ഒരു ഡോക്ടറെ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഡെത്ത് ഡിക്ലെയർ ചെയ്യിപ്പിച്ചു. ഡെത്ത് ഡിക്ലെയർ ആയപ്പോൾ മനസ്സിലായപ്പോഴത്തേക്കും കുഞ്ഞിനെ അവരങ്ങ് കവറടക്കി. അപ്പോൾ അവർക്ക് കുഞ്ഞ് അനങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ പോലും അവരവരുടെ ആ ഒരു അഡമന്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതായത് ഞങ്ങളുടെ ചികിത്സാ രീതി തന്നെ അത് വിട്ടിട്ട് ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ള ചിന്ത അവർക്ക് അപ്പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. പക്ഷെ ഈ പറയുന്ന മാതാപിതാക്കൾ ആരും ഒരു വിവരമോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത, അല്ലെങ്കിൽ വളരെ പ്രായമായവരോ അല്ലെങ്കിൽ മറ്റേതോ നൂറ്റാണ്ടിലുള്ളവരോ ഒന്നുമല്ല. നമ്മുടെ 21ാം നൂറ്റാണ്ടിലുള്ള നമ്മുടെയൊക്കെ കൂടെ ജീവിക്കുന്ന, നമ്മളെയൊക്കെ പോലെ തന്നെ വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. പക്ഷെ പറയില്ലേ, വിവരവും വിദ്യാഭ്യാസവും തമ്മിൽ വളരെയധികം വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത് ഒന്നോർക്കുന്ന സത്യം തന്നെയാണ്. ഈ നമ്മുടെ ശരിയാണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും, നമ്മളുടെ ചിന്താരീതികൾ ഉണ്ടാകും. പക്ഷെ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കാം. അതല്ലാതെ നമ്മുടെ കുഞ്ഞാണെങ്കിൽ പോലും അത് മറ്റൊരു ശരീരമാണ്, മറ്റൊരു ജീവനാണ്, മറ്റൊരു വ്യക്തിയാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞിന്റെയും ബേസിക് ആയിട്ടുള്ള മൗലിക അവകാശമാണ് ആ കുഞ്ഞിന് വേണ്ട രീതിയിലുള്ള രോഗപ്രതിരോധ സംവിധാനങ്ങൾ കിട്ടുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഈവൻ ഫ്രീ ആയിട്ട് പോലും പല വാക്സിനേഷൻസും കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു തവണയെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാറുണ്ടോ? ഏതെങ്കിലും ഒരു സ്മോൾ പോക്സ് കേസ് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കുട്ടികളെ പൾസ് പോളിയോയുടെ വാക്സിനേഷൻ രീതികളും അതുപോലെ ഇന്റൻസീവായിട്ട് മാസീവായിട്ട് നമ്മൾ വാക്സിനേഷൻ രീതികൾ കൊണ്ടുവന്ന് നമ്മൾ ഈ രോഗങ്ങളെയൊക്കെ പതിയെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അകറ്റിയതാണ്. അല്ലാണ്ട് ഇതൊന്നും പെട്ടെന്ന് ഒരു ദിവസം ഒരു കാറ്റടിച്ചപ്പോഴോ ഒരു മഴ പെയ്തപ്പോഴോ പ്രകൃതിയിൽ നിന്ന് മാറിപ്പോയതല്ല. പിന്നെ പട്ടിയും പൂച്ചയും ഒക്കെ പ്രസവിക്കുന്നത് പോലെ നമുക്ക് മനുഷ്യർക്കും പ്രസവിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൽ എത്ര പട്ടികളും പൂച്ചകളും പ്രസവിക്കുന്നതിൽ എത്ര പേര് ജീവനോടെ ഉണ്ടെന്നുള്ളതിന്റെ എന്തെങ്കിലും ഒരു കണക്ക് നമ്മുടെ കയ്യിലുണ്ടോ? ഇനി നിങ്ങൾ ഒരു മൃഗഡോക്ടറോട് ചോദിച്ചു നോക്കൂ, എല്ലാ പട്ടിയും പൂച്ചയും അല്ലെങ്കിൽ എല്ലാ മൃഗങ്ങളും പ്രസവിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള രീതികളിലൊന്നും അല്ല. അവരിലും ഇതുപോലെയുള്ള സിസേറിയൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുങ്ങളുടെയൊക്കെ കൈയും കാലും ഒക്കെ ഒടിയുമ്പോൾ നമ്മളെയൊക്കെ പോലെ ഫ്രാക്ചർ ഇടുകയും എന്തെങ്കിലുമൊക്കെ സ്റ്റെന്റ് അപ്ലൈ ചെയ്യുകയോ എക്സ്റേ എടുക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ മൃഗങ്ങളിലും ചെയ്യാറുണ്ട്. ഇതൊക്കെ ഒരു അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ വിവരക്കേട് കൊണ്ടോ എന്തൊക്കെയൊക്കെയോ പറയുന്നത് പോട്ടെ എന്ന് വിചാരിക്കാം. ഇതൊക്കെ സ്വന്തം കുഞ്ഞിന്റെ ജീവന് മേൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രീതി. അതായത് സ്വന്തം ഈഗോയേക്കാൾ വലുതല്ല സ്വന്തം കുഞ്ഞിന്റെ ജീവൻ എന്നുള്ള ആ രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര ക്രൂവലാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ ഇടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ചിലപ്പോൾ അലോപ്പതിയോട് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് താല്പര്യം കുറവുണ്ടായിരിക്കാം. ഞാൻ ഒരിക്കലും അലോപ്പതിയെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനെ സപ്പോർട്ട് ചെയ്യാനോ വേണ്ടിയിട്ട് ഇടുന്ന ഒരു വീഡിയോ അല്ല ഇത്. നിങ്ങളുടെ കുഞ്ഞിനെ കാണിക്കൂ. നിങ്ങൾ കുഞ്ഞിനെ കാണിക്കുന്ന ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്തായിരിക്കണമെന്നേ ഉള്ളൂ. അതൊരു അലോപ്പതിയുടെ ഡോക്ടറാവാം, ആയുർവേദത്തിന്റെ ഡോക്ടറാവാം, ഹോമിയോയുടെ ഡോക്ടറാവാം. ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള പല രീതിയിലുള്ള ഗവേഷണങ്ങളിലൂടെ മനുഷ്യരിൽ ഉപയോഗിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മനുഷ്യർക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന് ഉറപ്പ് വന്നിട്ടുള്ള ചികിത്സാ രീതികളാണ്. ഇതൊന്നും ചെയ്യാതെ
ഒരു ബേസിസും ഇല്ലാതെ ഗവൺമെന്റിന്റെ അപ്രൂവൽ പോലും ഇല്ലാത്ത 15 ദിവസമോ 30 ദിവസമോ ഒക്കെ എന്തൊക്കെയൊക്കെയോ പഠിച്ചിട്ട് വന്നിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന ചികിത്സാ രീതി കൊണ്ട് സ്വന്തം കുഞ്ഞിന്റെ ജീവൻ വെച്ചിട്ട് കളിക്കരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുഞ്ഞുങ്ങളിലെങ്കിലും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യരുത്. നിങ്ങളുടെ സ്വന്തം ഇഷ്ടം, നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷെ കുഞ്ഞുങ്ങളിൽ അത് ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. 1 വയസ്സുള്ള കുഞ്ഞ് ഒരിക്കലും നിങ്ങളോട് പറയാൻ പോകുന്നില്ല എനിക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റ് വേണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നോ 1 വയസ്സുള്ള കുഞ്ഞിന് പറയാനുള്ള അറിവില്ല. അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു മരണമല്ല, അത് കൊലപാതകമാണ്. ഇപ്പൊ ഈ മാതാപിതാക്കൾ ഇവര് രണ്ടുപേരും ചെയ്തിരിക്കുന്നതും അത് തന്നെയാണ്. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ എതിർത്ത് പറയുന്നതോ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനെ മുഴുവൻ തള്ളി പറയുന്നതോ ഇതൊക്കെ മുഴുവൻ തെറ്റാണെന്ന് പറയുന്നോ ഇവരൊക്കെ പൈസ പിടുങ്ങാൻ വേണ്ടി ഇരിക്കുന്നതാണെന്നോ ഡോക്ടർമാർക്കൊന്നും ഒന്നും അറിയില്ലെന്നോ ഒക്കെ പോട്ടെ. നമ്മളൊക്കെ 5.5 കൊല്ലം MBBS പഠിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറെ വർഷം എന്തിലെങ്കിലുമൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് അതും പോരെന്ന് തോന്നിയിട്ട് പിന്നെയും കുറെ വർഷം സൂപ്പർ സ്പെഷ്യലൈസേഷൻ ഒക്കെ എടുത്ത് എന്നിട്ടൊക്കെ കുറെ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയിട്ടായിരിക്കും നമ്മളൊരു കുഞ്ഞിനെ ചികിത്സിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ കുഞ്ഞിനെ ചികിത്സിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും നമ്മൾ 100 തവണ ആലോചിക്കും അത് വേണോ ഇത് വേണോ എന്നൊക്കെ. 20 ദിവസവും 30 ദിവസവും ഒക്കെ വെറും എന്തൊക്കെയൊക്കെയോ പഠിച്ചൊരു കാട്ടു ചികിത്സയും കൊണ്ടുവരുന്ന ഒരാളുടെ അടുത്തോട്ട് എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് ഇത്രയും പഠിപ്പും വിവരമുള്ള ഇവരൊക്കെ സ്വന്തം കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ലോകമണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക. അവസാനം നിങ്ങളുടെ കുഞ്ഞിന്റെയും ജീവൻ പോകും, നിങ്ങളുടെ ഭാവിയും പോകും, നിങ്ങളുടെ ജീവിതവും നശിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ന്യൂസ് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളിത് കാണണം, ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിരിക്കണം. ഇത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.